ഡോക്ടർ ജയപ്രസാദ്, വീണ്ടും വീണ്ടും ഇങ്ങനെ ക്യാപ്സ്യൂളുകൾ വരികയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനധികൃതമായി ഇടപെട്ട് NDAയെ സഹായിച്ച് 202 സീറ്റിലേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിഹിതമായി എന്തൊക്കെയോ BJPക്കും അതുപോലെ NDAയ്ക്കും ചെയ്തു കൊടുത്തത് കൊണ്ടാണെന്ന വാദത്തിൽ ഈ നിമിഷവും ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ സഹയാത്രികൻ ശ്രീ റെജി. ഇത്തരം ബാലിശമായ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ചില വസ്തുതകൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 2025 നവംബർ 14 ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിനമായി മാറും. ചരിത്ര ദിവസമാണ്. കാരണം ഡൈനാസ്റ്റി പോളിറ്റിക്സിൻ്റെ എൻഡാണിത്. അതായത് നെഹ്റു കുടുംബാധിപത്യത്തിൻ്റെ ഏതാണ്ട് അത് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാത്ത തരത്തിൽ പരാജയപ്പെടുത്ത ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെ ബീഹാറിനെ സംബന്ധിച്ചിട്ട് ലാലുവിൻ്റെ കുടുംബത്തിൻ്റെ 5ാമത്തെ പരാജയം 2005, 2010, 15, 20, 25 തുടർച്ചയായ 5 പരാജയങ്ങളാണ് ലാലു യാദവിൻ്റെ കുടുംബവും ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ നമ്മൾ ശ്രദ്ധേയമായ നേതൃത്വത്തിലേക്ക് വരുന്നത് 2004 UPA ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തോടെയാണ്. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി 98 മുതൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുശേഷം ഇത് 95ാമത്തെ പരാജയമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ. മൂന്ന് പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും 95 തവണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുമായിട്ട് പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് 2025 പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാറ്റുകയും അവർ ഒരു ആത്മപരിശോധന നടത്താൻ കഴിയാതെ ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. ആ കുടുംബത്തോടുള്ള ലോയൽറ്റി കാരണം അതിൻ്റെ വക്താക്കൾക്കും ഈ മണ്ടത്തരം തന്നെ ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ വസ്തുതകൾ നോക്കേണ്ടത്. ഒന്ന്, ബീഹാറിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ 2 മുന്നണികളാണ് പ്രധാനമെങ്കിൽ അവിടെ 4 മുന്നണികളായിട്ടാണ് മത്സരിച്ചത്. അതായത് OYCയുടെ ഒരു മുന്നണി, അതിന് ബദലായിട്ട് പ്രശാന്ത് കിഷോറിൻ്റെ ഒരു പാർട്ടി, അല്ലാതെ തന്നെ ഈ മഹാഗഠബന്ധനും അതുപോലെ ഇന്ത്യ അലയൻസ് അല്ലെങ്കിൽ NDA അലയൻസ്. ഇതിലെന്താണ് NDA അലയൻസിൻ്റെ പ്രത്യേകത? അതായത് മഹാഗഠബന്ധൻ്റെ പ്രത്യേകത 143 സീറ്റുകൾക്ക് 155 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു എന്നുള്ളതാണ്. അതായത് അനൈക്യം പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിൻ്റെ ചരിത്രത്തിൽ. കോൺഗ്രസ് മുന്നണി എന്ന് പറയുന്നതിന് തെറ്റാണ്. തുടക്കം തന്നെ കല്ലുകടിയിലായിരുന്നു. അതായത് 243 സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആദ്യം തന്നെ തേജസ്വി യാദവ് എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു RJDയുടെ ആദ്യത്തെ തീരുമാനം. പിന്നീടാണ് കോൺഗ്രസ് നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. അങ്ങനെ 61 സീറ്റും മാത്രം കോൺഗ്രസിന് നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ പോലും നോക്കൂ, 4 സീറ്റിൽ ഇപ്പോഴും ഇഴയുകയാണ് കോൺഗ്രസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ നമ്മൾ തെരുവിലടിക്കുന്ന ഇത് എയർപോർട്ടിലുൾപ്പെടെ പാറ്റ്ന എയർപോർട്ടിലുൾപ്പെടെ വൻപിച്ച കലാപമാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഈ ആകെ 4 സീറ്റിലേക്ക് വന്നു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി സീറ്റിൻ്റെ തർക്കത്തിന് വേണ്ടിയിട്ട്. അതേസമയം ഗ്രാസ് റൂട്ട് ലെവലിൽ ബീഹാറിലെ ഗ്രാമങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവുമില്ല. അപ്പം തേജസ്വി യാദവിൻ്റെ പിന്തുണയിൽ യാദവ മുസ്ലിം കോമ്പിനേഷൻ ആയിരുന്നു. അതാണ്. അപ്പോൾ യാദവ സമൂഹവും മുസ്ലിങ്ങളുടെ അവരുടെ ജനസംഖ്യാപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 17.5%, 14%, ഏതാണ്ട് 31% അവരുടെ ക്യാൻവാസ്. അതിൽ തന്നെ മുസ്ലിം വോട്ടുകളിൽ വലിയൊരു ശതമാനം ജനതാദൾ യുണൈറ്റഡ് കിട്ടാറുണ്ട്. അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടി പഴയ കാലം മുതൽ ലഭിക്കാറുണ്ട്. സീമാഞ്ചൽ മേഖലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നല്ല മുന്നേറ്റം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ OYCയുടെ പാർട്ടി 5 സീറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ചതാണ്. ആ തരത്തിൽ മുസ്ലിം വോട്ടുകളെയും യാദവ് വോട്ടുകളെയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത ഒരു മുന്നണി. മറുഭാഗത്ത് നമ്മൾ NDA മുന്നണിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ സമഗ്രമായ രീതിയിൽ, അതായത് കഴിഞ്ഞ 2025 തിരഞ്ഞെടുപ്പിൽ മാറി നിന്ന രാംവിലാസ് പാസ്വാൻ്റെ, അതായത് LJPയെ കൂടെ കൊണ്ടുവന്ന കഴിഞ്ഞ തവണ അദ്ദേഹം 143 മണ്ഡലങ്ങളിൽ, വിശേഷിച്ചും ജനതാദൾ യുണൈറ്റഡിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ നടത്തി ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. 6% വോട്ട് നേടിയിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിൻ്റെ വിജയത്തിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ നിയമസഭയിൽ കണ്ടത്. അതിന് പ്രധാനമായ കാരണം അവിടുത്തെ സാമൂഹ്യമായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുകയും അതിന് സമാന്തരമായ ഒരു വികസന രാഷ്ട്രീയം അത് ജനങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ ഈ സീമാഞ്ചൽ മേഖലയിൽ അവിടുത്തെ ദരിദ്രരായിട്ടുള്ള മുസ്ലിം മൈനോറിറ്റി ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് വീടുകൾ, പുതിയ വീടുകൾ അവർക്ക് ലഭിച്ചു. എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി വന്നു, എല്ലാ വീടുകളിലും കുടിവെള്ളം വന്നു, എല്ലാ വീടുകളിലും ഗ്യാസിൻ്റെ കണക്ഷൻ വന്നു. അതുപോലെ തന്നെ മറ്റ് റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ
ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ബീഹാർ യാത്ര ചെയ്യുന്ന ഒരാളിന് മനസ്സിലാക്കാം. ഒരു 5-10 വർഷത്തിന് മുമ്പ് ഞാൻ പലപ്പോഴും ബീഹാറിൽ യാത്ര ചെയ്തിട്ട ഒരാളാണ്. വളരെ പിന്നോക്കമായ നമ്മൾ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു ജംഗിൾ രാജിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്, വിശേഷിച്ചും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഞാൻ കണ്ട പ്രകടമായ മാറ്റം, അതിൽ പല റിസൾട്ട് വന്നു. പല ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകളും അത് ഹൈവേകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും എയർപോർട്ടാണെങ്കിലും തന്നെ ഉദ്ഘാടനം ചെയ്യുക, ആ തരത്തിലേക്ക് ജനങ്ങളിത് തിരിച്ചറിയാണ്. അത് അഴിമതി രഹിതമായ ഒരു വികസന രാഷ്ട്രീയം ഒരു ഭാഗത്ത്, അതുപോലെ തന്നെയാണ് സ്ത്രീ സുരക്ഷയുമായിട്ട് സ്ത്രീ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ. അത് മഹിളാ റോസ്ഗാർ യോജന എന്ന് പറയുന്ന വളരെ വളരെ നൂതനമായൊരു പദ്ധതിയാണ്. അതിൽ ഏതാണ്ട് 1.25 കോടി സ്ത്രീകളുടെ കയ്യിലേക്ക് ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് 10,000 രൂപ ലഭിക്കുകയും അതിൽ ആ പ്രോജക്റ്റ് പ്രകാരം 2 ലക്ഷം രൂപ വരെ അവർക്ക് ലോൺ ലഭിക്കുന്നതാണ്. അപ്പം അവരുടെ ചെറുകിട കുടുംബ വീടിനകത്തുള്ള കൈത്തൊഴിൽ പോലെയുള്ള കാര്യങ്ങൾ, കൃഷി, അതുപോലെ തയ്യൽ, അതുപോലെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ എല്ലാത്തിലും തന്നെ കന്നുകാലി വളർത്തി തുടങ്ങിയിട്ടുള്ള ചെറുകിടമായ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപിറ്റൽ എന്നുള്ള തരത്തിലാണ്. ആ തരത്തിലുള്ള വികസന പദ്ധതികൾ, സ്ത്രീ സുരക്ഷ, ക്രമസമാധാന പാലനത്തിലുണ്ടായ വൻ മാറ്റം, അഴിമതിരഹിതമായ ഒരു ഗവൺമെൻറ്, അതായത് 2005 വരെ കണ്ട ഒരു ജംഗിൾ രാജിൽ നിന്ന് വിഭിന്നമായ ഒരു പ്രക്രിയ, കേന്ദ്രവും സംസ്ഥാനവും സംയോജിച്ച് കൊണ്ട് പോകുന്നതിൻ്റെ വികസനത്തിൻ്റെ ഗുണങ്ങൾ. ഇപ്പോൾ നമ്മൾ കേരളം പോലെയല്ല, വളരെ സംയുക്തമായി നിൽക്കുന്നൊരിതാണ്. ഇപ്പം പ്രധാനമന്ത്രിയാണ് അവിടെ മഹിളാ റോസ്ഗാർ യോജന റിലീസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ സംയുക്തമായി നടക്കുന്ന ഒരു മുന്നണി സഖ്യം, അതിൽ ഏറ്റവും സുശക്തമായ ഒരു മുന്നണി സഖ്യം ഒരു ഭാഗത്തും, മറുഭാഗത്ത് വളരെയധികം തമ്മിലടിച്ചുകൊണ്ടുള്ള മുന്നണിയായിരുന്നു മറുഭാഗത്ത്. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ബീഹാറിൽ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗേലിൻ്റെതായി, മുൻ മുഖ്യമന്ത്രിയാണ്, ഭൂപേഷ് ബാഗേലിൻ്റെതായി ചില വാക്കുകൾ പുറത്തു വരികയാണ്. അവർ പറഞ്ഞു വെക്കുന്നതും ഇതാണ്: ഈ NDAയുടെ മഹാവിജയത്തിന് ഒരേ ഒരു ഉത്തരവാദി മാത്രമാണ്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ജ്ഞാനേഷ് കുമാറിനാണ് ഇതിൻ്റെ പരിപൂർണമായ ഈ ഉത്തരവാദിത്വം. ഈ വിജയത്തിന് ഈ 65 ലക്ഷം വോട്ടർമാരെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിജയം നേടിയത് എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനപ്പുറത്തേക്ക് ഒരു വാദഗതി അവർക്ക് മുന്നോട്ട് വെക്കാനില്ല. അതിൽ തന്നെ പിടിച്ചു നിൽക്കും കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നോക്കൂ, നമ്മൾ അവിടെ ഉണ്ടായ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കാണാതെ പോകരുത്. 80% ഈ മുസ്ലിം സീറ്റുകൾ എന്ന് പറയുന്നത് ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ള മുസ്ലിം സീറ്റുകൾ അവിടെയുണ്ട്. അതിൽ 80%വും NDAക്ക് കടന്നു കയറാനായി, BJPക്ക് കടന്നു കയറാനായി എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധത ഒരു തരത്തിലും അവിടുത്തെ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിച്ചില്ല. യാഥാർത്ഥ്യം അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതല്ലേ ഈ ഫലം അടിവരയിടുന്നത്? അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. അല്ല, ഇത് ഞാൻ ഇവർക്ക് ഈ ചരിത്രത്തിൽ എന്താ പറയുക സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്ന് വിലയിരുത്തണം. ഈ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ചമ്പ വിശ്വാസ്, ഞാൻ പറയുന്നത് റാബ്രി സർക്കാർ ഭരിച്ച സമയത്ത് ബീഹാറിൽ നടന്ന കാര്യമാണ്. ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ചമ്പ വിശ്വാസിനെ അവിടുത്തെ RJD MLA ആയ ഹേമലത യാദവിൻ്റെ മകൻ 2 വർഷമാണ് ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്ഥിരമായി ലൈംഗികമായി പീഡിപ്പിച്ചത്. അതായത് ഒരിക്കൽ അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു, അവരെ ചിത്രങ്ങൾ എടുത്തു, എന്നിട്ട് ആ ചിത്രങ്ങൾ കാണിച്ച് അവരെ 2 വർഷം തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ചു. അവർ കേസ് കൊടുത്തു, കോടതി കയറി ഇറങ്ങി, ഒന്നും നടന്നില്ല. ചമ്പ വിശ്വാസ് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ. ഇനി ഈ ലാലു യാദവിൻ്റെ 2 പെൺകുട്ടികൾ ഡോക്ടർമാരായിട്ടുണ്ട്. ഒന്ന് മിസ ഭാരതിയും രോഹിണി ആചാര്യയും. ഒരു ദിവസം പോലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു രോഗിയെ പോലും അവർ ചികിത്സിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് വരെ MBBS പാസ്സായി ഇറങ്ങി എന്നല്ലാതെ ഒരു ദിവസം പോലും ഒരു രോഗിയെ അവർ 2 പേരും ചികിത്സിച്ചിട്ടില്ല. അവർ 2 പേരും എങ്ങനെയാണ് ഡോക്ടർമാരായതറിയോ? ജാംഷഡ്പൂർ, അന്ന് പഴയ ബീഹാർ എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ് ഉൾപ്പെട്ട ബീഹാറാണ്. അവിടുത്തെ ജാംഷഡ്പൂരിലെ ടാറ്റയുടെ മെഡിക്കൽ കോളേജിൽ മുഖ്യമന്ത്രിക്ക് കോട്ടയുണ്ട്. അതായത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ CM കോട്ടയുണ്ട്, CM കോട്ട. ആ കോട്ടയിൽ സ്വന്തം മകളെ ചേർത്തു. എന്നതിന് ശേഷം ആ മിസ ഭാരതിക്ക് പിന്നീട് സെക്യൂരിറ്റി കാരണം പറഞ്ഞ്, സുരക്ഷാ കാരണം പറഞ്ഞ് പട്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് അവർ അവിടുന്ന് പാസ്സായി.
അതിനുശേഷം രോഹിണി ആചാര്യനെ അവിടെ കൊണ്ടുപോയി ഇതേപോലെ CM കോട്ടയിൽ, മുഖ്യമന്ത്രിയുടെ കോട്ടയിൽ ജാംഷഡ്പൂരിലെ ടാറ്റ മെഡിക്കൽ കോളേജിൽ ചേർത്തു. വീണ്ടും സുരക്ഷയുടെ കാരണം പറഞ്ഞ് അവരെ പട്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നിട്ട് പാസ്സാക്കിയെടുത്തു. ഇവരൊക്കെ പരീക്ഷ എഴുതാണ്ടാണ് പാസ്സായതെന്നാണ് ബീഹാറിൽ നിന്നുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവായ അലോക് പറയുന്നത്. അതായത് BJP നേതാവ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ആ കാലഘട്ടത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. പട്ന മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു ഈ അജയ് അലോക്കിൻ്റെ അച്ഛൻ, പിതാവ്. അദ്ദേഹം പത്മശ്രീ കിട്ടിയ ഒരു ഡോക്ടറാണ്, അതായത് മെഡിക്കൽ ആതുര സേവന രംഗത്തെ നടത്തിയ സംഭാവനകൾക്ക് അജയ് ആലോക്കിൻ്റെ പിതാവ് പത്മശ്രീ കിട്ടിയാലാണ്. അദ്ദേഹമാണെന്ന് പട്ന മെഡിക്കൽ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അദ്ദേഹത്തിന് അറിയാം ഈ സംഭവങ്ങൾ. ഇവരൊന്നും പരീക്ഷ എഴുതാണ്ട് പാസ്സായതാണ്. കാരണം അതാണ് അവിടുത്തെ സ്ഥിതി. ലാലു യാദവിൻ്റെ മക്കൾക്ക് പരീക്ഷ എഴുതാണ്ട് പാസ്സാവാൻ. ഇനി ഈ മിസ ഭാരതിയുടെ വിവാഹത്തിൻ്റെ അന്ന് സംഭവിച്ചത് എന്താ? മിസ ഭാരതിയുടെ വിവാഹം പട്നയിൽ നടക്കുമ്പോൾ RJDയുടെ നേതാക്കന്മാർ എന്താ ചെയ്തത്? പുത്തൻ കാറുകൾ വിൽക്കുന്ന ഷോറൂമുകളിൽ പോയിട്ട് ആ കാറുകൾ എടുത്ത് പോയി. എന്നിട്ട് കല്യാണത്തിന് പോയി. എന്നിട്ട് ആ കാർ എവിടെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി അവർ. ഇതൊക്കെ ഇന്ത്യയിലെ പത്രങ്ങൾ, എല്ലാ മുഖ്യധാര പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത. രോഹിണി ആചാര്യൻ്റെ കല്യാണത്തിന് എന്താ സംഭവിച്ചത്? ഇതേപോലെ പട്നയിലെ കാർ ഷോറൂമുകളിൽ നിന്നും ഈ ആളുകൾ, ഇവരുടെ നേതാക്കന്മാർ, ഗുണ്ടകൾ വന്ന് കാറെടുത്ത് പോയി. എന്നിട്ട് അവർ കല്യാണം കൂടി. ഈ സുഭാഷ് യാദവും സാധു യാദവും റാബ്രി ദേവിയുടെ സഹോദരന്മാർ, ഇവരെന്തൊക്കെ ഗുണ്ടായിസമാണ് പട്നയെ കാട്ടിക്കൂട്ടിയത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മിസ് ബീഹാറായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയും അവളുടെ കാമുകനും കൊല ചെയ്യപ്പെട്ട നിലയിൽ കിട്ടി. ആ അന്വേഷണം എവിടെ എത്തിയില്ല. സാധു യാദവിൻ്റെ പേരാണ് അതിലേക്ക് വലിച്ചഴക്കപ്പെട്ടത്. ഇങ്ങനെ ഗുണ്ടായിസം, തട്ടിക്കൊണ്ടുപോകൽ വ്യവസായം, അതായത് 35,000 തട്ടിക്കൊണ്ടുപോകലാണ് ശരാശരി ഒരു വർഷം റിപ്പോർട്ട് ചെയ്തത്. 35,000 കിഡ്നാപ്പിങ്സ്, ഡോക്ടർമാരുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളുടെ, അഭിഭാഷകന്മാരുടെ, വലിയ കച്ചവടക്കാരൊക്കെ മക്കളെ തട്ടിക്കൊണ്ടുപോകുക. എന്നിട്ട് 5 ലക്ഷം 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് അവർ വിട്ടുകൊടുക്കുക. ഈ കിഡ്നാപ്പിങ്ങും എക്സോർഷനും, അതായത് പണം ഭീഷണിപ്പെടുത്തി പണം വാങ്ങലും ഒരു വ്യവസായമായിരുന്നു ബീഹാറിൽ. ബീഹാറിലെ എല്ലാ പഞ്ചസാര മില്ലുകളും പൂട്ടി. ഒരു കാലത്ത് ഇന്ത്യയിൽ നന്നായി പ്രവർത്തിച്ചിരുന്ന പഞ്ചസാര മില്ലുകളുള്ള സംസ്ഥാനമായിരുന്നു ബീഹാർ. എല്ലാ മില്ലും പൂട്ടി. എന്താ പറയുക? കാരണം ആ മില്ലുകളിലൊക്കെ പോയി RJDക്കാർ ഹഫ്ത പിരിക്കാൻ തുടങ്ങി. മാസം 1 കോടി ഉറുപ്പ്യ തന്നാലേ ഈ മില്ല് ഇനി പ്രവർത്തിക്കേണ്ടു എന്ന് സാധു യാദവിനെ പോലുള്ള ആളുകൾ പോയി പറയാൻ തുടങ്ങി. മില്ലുകളൊക്കെ പൂട്ടി, എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പൂട്ടി. ബീഹാറിലെ കൃഷി നശിച്ചു. ഗ്രാമങ്ങളിൽ ജാതിയുടെ പേരിൽ ഈ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്ററും റൺബീർ സേനയും പരസ്പരം കൊന്നൊടുക്കി. ഭൂബീഹാർമാരുടെ സായുധ ഗ്രൂപ്പായ റൺബീർ സേന രാത്രിയായാൽ ദളിതർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ പോയി 10ഉം 12ഉം 20ഉം ദളിതരെ കൊന്നു. പകരം മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ MCC ഭൂമിഹാർമാർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ പോയി 10ഉം 20ഉം ആളുകളെ രാത്രി കൊന്നു. ഈ നരസംഹാരം ഓരോ ആഴ്ചയും നടന്നു. ഒരിക്കൽ അതിൻ്റെ പേരിൽ ലാലു യാദവിൻ്റെ റാബ്രി സർക്കാരിന് വരെ പിരിച്ചുവിടേണ്ടി വന്നു, കേന്ദ്ര സർക്കാരിന്. പക്ഷേ രാജ്യസഭയിൽ അത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാണ്ടായപ്പോൾ അവർ വീണ്ടും ആ സർക്കാർ അധികാരത്തിന് വന്നു. ഇതൊക്കെയല്ലേ അവിടെ നടന്നത്? ഗുണ്ടായിസം. പെൺകുട്ടികൾക്ക് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പുരുഷന്മാർ പുറത്തിറങ്ങാറില്ലായിരുന്നു. പിന്നെയല്ലേ സ്ത്രീകൾ. പുരുഷന്മാർ പുറത്തിറങ്ങില്ല. എന്താണോ കയ്യിലുള്ളത് കത്തി ചൂണ്ടി അത് തട്ടിയെടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ മുഹമ്മദ് ഷഹബുദ്ദീൻ്റെ മകന് ഒസാമയ്ക്ക് ഇവർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ രാവിലെ ലീഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അവൻ ജയിച്ചോ എന്നറിയില്ല. ആ മുഹമ്മദ് ഷഹാബുദ്ദീൻ്റെ നേതൃത്വത്തിൽ ഈ സിവാനിൽ നടന്നതെന്താ? ഒരച്ഛൻ്റെ 3 മക്കളെ ആസിഡ് ഒഴിച്ച് കൊന്നില്ലേ? ഒരു കച്ചവടക്കാരൻ്റെ 3 ആൺമക്കളെ ആസിഡ് ഒഴിച്ച് കൊന്നില്ലേ? മുഹമ്മദ് ഷിഹാബുദ്ദീനും ഗുണ്ടകളും. എന്താണ് അവിടെ നടന്നത്? തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ കുട്ടികളെ കിട്ടാനുള്ള മധ്യസ്ഥ ചർച്ച മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് നടന്നു. ലാലുവിൻ്റെ ഔദ്യോഗിക വസതിയിൽ തട്ടിക്കൊണ്ടുപോയ വലിയ കച്ചവടക്കാരെ മക്കളെ വിട്ടുകിട്ടാനുള്ള പൈസയുടെ ചർച്ച ലാലുവിൻ്റെ വീട്ടിൽ നടന്നു. ഇതൊക്കെ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത.
അന്ന് പ്രതിപക്ഷത്തിരുന്ന് ഇതിനെ വിമർശിച്ച കോൺഗ്രസ് ഗതികേട് കൊണ്ട് ഇന്ന് ലാലുവിന്റെ പിന്നാലെ നടക്കുന്നു. 10 കൊല്ലം ജയിലിൽ കിടന്നില്ലേ ലാലു? കാലിത്തീറ്റ മിണ്ടാ പ്രാണികൾക്കുള്ള ഭക്ഷണത്തിൽ വരെ അഴിമതി നടത്തിയിട്ട് 10 കൊല്ലം സുപ്രീം കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടന്നില്ലേ? ആ ലാലു യാദവിനെയും പൊന്തിച്ച് നടക്കുകയല്ലേ, അത് അയാളെ താങ്ങി നടക്കുകയല്ലേ ഈ കോൺഗ്രസ്? നിങ്ങൾ എവിടെ രക്ഷപ്പെടാനാ? നിങ്ങൾ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം നടത്ത് കേട്ടോ, രാഷ്ട്രീയ പ്രവർത്തനം നടത്ത്. രാഹുൽ ഗാന്ധിയോട് ഇന്ത്യയിൽ നിൽക്കാൻ പറ. അയാൾ ഇപ്പൊ എവിടെയുള്ളത്? ഇപ്പൊ രാഹുൽ ഗാന്ധി എവിടെയുള്ളത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ശ്രീ പത്മനാഭൻ ഉന്നയിക്കുന്നത്.